ഇതൊരു വെറും കഥയല്ല, പക്ഷേ ഞാൻ എഴുതാൻ പോകുന്ന ഈ വരികൾ ചിലർക്കെങ്കിലും വെറുമൊരു അന്ധവിശ്വാസമോ ഭാവനയോ ആയി തോന്നാം. പക്ഷേ 2000 ഡിസംബറിലെ ആ തണുത്ത രാത്രിയിൽ കോയമ്പത്തൂരിലെ ക്യാമ്പസ് ഹോസ്റ്റലിൽ വെച്ച് എനിക്കും എൻ്റെ 2 കൂട്ടുകാർക്കുമുണ്ടായ അനുഭവം ഇന്നും എൻ്റെ ശരീരത്തിൽ വല്ലാത്തൊരു വിറയലുണ്ടാക്കുന്നുണ്ട്. ആ സംഭവം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇരുട്ടിലേക്ക് നോക്കാൻ എനിക്ക് ഭയമാണ്. അന്ന് ആ രാത്രിയിൽ ഞങ്ങൾ കണ്ടതും അനുഭവിച്ചതും അത്രമേൽ മനുഷ്യയുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളായിരുന്നു. ഞാൻ പഠിച്ചിരുന്ന ക്യാമ്പസ് വളരെ പഴയതായിരുന്നു. ഏക്കറുകളോളം പടർന്നു കിടക്കുന്ന കാട്ടുപ്രദേശത്തോട് ചേർന്നുള്ള ഒരു പ്രൊഫഷണൽ കോളേജ്. അതിനോട് ചേർന്ന് തന്നെയാണ് മെൻസ് ഹോസ്റ്റൽ. പക്ഷേ കോമ്പൗണ്ടുകൾ വെവ്വേറെയായിരുന്നു. ഞങ്ങളുടെ ഹോസ്റ്റൽ ബ്ലോക്കിന് ചുറ്റും വലിയ ഈട്ടിമരങ്ങളും കാഞ്ഞിരമരങ്ങളും വളർന്നു നിൽപ്പുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു ആ ഹോസ്റ്റലിൻ്റെ പ്രത്യേകതയും വൈബും. ഉച്ചയ്ക്ക് സൂര്യൻ ശക്തമായി ജ്വലിച്ചു നിൽക്കുമ്പോൾ പോലും ഈ മരക്കൂട്ടങ്ങൾ കാരണം ഹോസ്റ്റൽ പരിസരത്ത് അത്രമേൽ വെളിച്ചം വീഴാറില്ലായിരുന്നു. എപ്പോഴും ഒരു കറുത്ത തണൽ അവിടെ പടർന്നു നിൽക്കും. അവിടെ ഞങ്ങൾ താമസിച്ചിരുന്നത് ഹോസ്റ്റലിൻ്റെ 3-ാം നിലയിലുള്ള റൂം നമ്പർ 304-ലായിരുന്നു. എൻ്റെ കൂടെ റൂം ഷെയർ ചെയ്തിരുന്നത് ജിതിനും വിഷ്ണുവുമായിരുന്നു. ഞങ്ങൾ 3 പേരും ഒരേ ക്ലാസ്സിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. പണ്ട് മുതലേ ഒന്നിച്ചായിരുന്ന ഞങ്ങൾ ഈ കോളേജിൽ ചേർന്നതും ഒന്നിച്ചു തന്നെയായിരുന്നു. കൂട്ടുകാരോട് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഞങ്ങൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനുമായി വളരെ പെട്ടെന്ന് കൂട്ടായി. രാത്രികളിൽ ഡ്യൂട്ടിയിലുള്ളപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ക്യാമ്പസിലെ പഴയ കഥകളും പറഞ്ഞു തരുമായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു ദിവസം പുള്ളി പറഞ്ഞതാണ് ആ കഥ. പണ്ട് ഈ ഹോസ്റ്റലിന് തൊട്ടുപിറകിലായി വളരെ പഴയൊരു വലിയ കാഞ്ഞിരമരം ഉണ്ടായിരുന്നു അത്രേ. അതിൻ്റെ ചുവട്ടിൽ നാട്ടുകാർ പണ്ട് തൊട്ടേ വണങ്ങിപ്പോന്ന കരിങ്കല്ലിൽ തീർത്ത ഒരു ചെറിയ ഭദ്രകാളി ശിലയും ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിനായി ആ കാഞ്ഞിരമരം മുറിച്ചു മാറ്റി. പക്ഷേ ആ കരിങ്കൽ ശില മാത്രം ആരും തൊടാൻ ധൈര്യപ്പെടാതെ അവിടെ തന്നെ ഉപേക്ഷിച്ചു. ഇപ്പോൾ കാട്ടുചെടികൾ വളർന്ന് അത് പൂർണ്ണമായും മൂടിയ നിലയിലാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ചില കാറ്റുള്ള രാത്രികളിൽ അവിടെ ഇപ്പോഴും ചിലമ്പൊലിയുടെ ശബ്ദവും കരിഞ്ഞ കർപ്പൂരത്തിൻ്റെ മണവും വരാറുണ്ടെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുള്ളിയുടെ കഥ കേട്ട് ഒരു കൗതുകത്തിന് ഞാൻ വെറുതെ അവിടെ ചെന്ന് നോക്കി, പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ. എന്തായാലും ആ പറഞ്ഞത് വാസ്തവമായിരുന്നു. കാട്ടുചെടികൾ വകിഞ്ഞു മാറ്റി നോക്കിയപ്പോൾ അവിടെ കരിങ്കല്ലിൽ തീർത്ത ആ പഴയ ശില ഞാൻ കണ്ടു. അന്നു മുതലേ റൂമിലിരിക്കുമ്പോൾ എൻ്റെ നോട്ടം ഇടയ്ക്കിടെ ജനലിലൂടെ താഴെയുള്ള ആ ശിലയിരിക്കുന്ന ഭാഗത്തേക്ക് പാറി വീഴുമായിരുന്നു. അങ്ങനെയിരിക്കെ ഡിസംബറിലെ കടുത്ത തണുപ്പുള്ള ഒരു ബുധനാഴ്ച രാത്രി, അടുത്ത ദിവസം രാവിലെ സബ്മിറ്റ് ചെയ്യേണ്ട റെക്കോർഡുകൾ എഴുതി തീർക്കാനുണ്ടായിരുന്നതുകൊണ്ട് രാത്രി ഏറെ വൈകിയിട്ടും ഞാൻ ഉറങ്ങിയിരുന്നില്ല. മേശപ്പുറത്തിരുന്ന ചെറിയ സ്റ്റഡി ലാമ്പിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. റൂമിലെ ലൈറ്റുകളൊക്കെ ഓഫായിരുന്നു. ജിതിനും വിഷ്ണുവും നല്ല ഉറക്കത്തിലായി. സമയം രാത്രി 2 മണി കഴിഞ്ഞിട്ടുണ്ടാകും. പുറത്ത് മഞ്ഞും ഒപ്പം നേർത്ത ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. ജനലുകൾ പൂർണ്ണമായും അടച്ചിട്ടിരുന്നിട്ടും മുറിക്കുള്ളിലേക്ക് പെട്ടെന്ന് വല്ലാത്തൊരു തണുപ്പ് അരിച്ചു കയറാൻ തുടങ്ങി. വെറുമൊരു മഞ്ഞിൻ്റെ തണുപ്പല്ലായിരുന്നു അത്. ദേഹത്ത് തട്ടുമ്പോൾ അസ്ഥികൾ വരെ വിറയ്ക്കുന്ന തരത്തിലുള്ള ഒരു കടുത്ത തണുപ്പ്. അതോടൊപ്പം മുറിയിലൊരു പ്രത്യേക ഗന്ധം പടർന്നു. പൂജകൾക്ക് ഉപയോഗിക്കുന്ന കരിഞ്ഞ കർപ്പൂരത്തിൻ്റെ മണം, കൂടെ കാട്ടുപൂക്കളുടെയും നനഞ്ഞ മണ്ണിൻ്റെയും മിശ്രിതമായ ഒരു വന്യമായ ഗന്ധം. ആ മണം ശ്വസിച്ചപ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. പെട്ടെന്നാണ് ജനലിന് പുറത്തുനിന്ന് വളരെ നേർത്ത പാദസരത്തിൻ്റെ കിലുക്കം കേട്ടത്. ഞങ്ങൾ താമസിക്കുന്നത് 3-ാം നിലയിലാണ്. ജനലിനപ്പുറം താഴേക്ക് വീണ് കിടക്കുന്ന ആഴമേറിയ ഇരുട്ടാണ്. അവിടെ ആർക്കാണ് നടക്കാൻ കഴിയുക? ഞാൻ പേടിയോടെ പേന താഴെ വെച്ചു. എൻ്റെ നെഞ്ചിടിപ്പ് വളരെ വ്യക്തമായി എനിക്ക് കേൾക്കാമായിരുന്നു. ഞാൻ പതിയെ എഴുന്നേറ്റ് ജനൽ ചില്ലിലൂടെ താഴേക്ക് നോക്കി. താഴെ ആ ഭദ്രകാളി ശിലയിരിക്കുന്ന ഭാഗത്ത് ഒരു ചുവന്ന വെളിച്ചം മിന്നിമറയുന്നത് കണ്ടു. കാറ്റിൻ്റെ ഒരു ചലനം പോലുമില്ലാത്ത ആ പാതിരാത്രിയിൽ അവിടെ ആരോ കത്തിച്ചു വെച്ച മൺഷിരാതിലെ തീജ്വാല മാത്രം വന്യമായി ആടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ പിന്നിൽ നിന്ന് ആരോ ശ്വാസം വിടുന്നത് പോലെ ഒരു ചൂട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഞെട്ടിത്തിരികെ നോക്കിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല.
ജിതിനും വിഷ്ണുവും പഴയതുപോലെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ വേഗം ജനൽ വലിച്ചടച്ച് ലോക്ക് ചെയ്തു. കട്ടിലേക്ക് ഓടിക്കേറി പുതപ്പ് തലവഴി മൂടി കടന്നു. പക്ഷേ ഞാൻ കണ്ണുകൾ അടച്ച നിമിഷം ആ ശബ്ദം എൻ്റെ മുറിക്കുള്ളിലേക്ക് കയറി വന്നു. കനത്ത ചെമ്പുചിലമ്പുകൾ തറയിലൂടെ വലിച്ചഴയ്ക്കുന്ന ശബ്ദം. അത് മുറിക്കുന്നടുവിലൂടെ പതുക്കെ വലിഞ്ഞ് എൻ്റെ കട്ടിലിന് തൊട്ടരികിലെത്തി. പേടികൊണ്ട് എൻ്റെ തൊണ്ട വറ്റിപ്പോയി. എനിക്ക് കരയാൻ പോലും കഴിയുമായിരുന്നില്ല. ഞാൻ കണ്ണുകളടച്ച് അങ്ങനെ കിടന്നു. പിന്നീടപ്പോഴോ ഉറങ്ങിയും പോയി. പിറ്റേന്ന് രാവിലെ ചായ കുടിക്കുമ്പോൾ ഞാൻ വിഷ്ണുവിനോടും ജിതിനോടും ഈ കാര്യം പറഞ്ഞു. എടാ, നീ രാത്രി ഉറക്കമൊഴിഞ്ഞ് റെക്കോർഡ് എഴുതിയത് കൊണ്ട് നിനക്ക് തോന്നിയതാകും. വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് പേടിക്കാതെ. ജിതിൻ എന്നെ പരിഹസിച്ചു. വിഷ്ണു ഒന്നും മിണ്ടാതെ ജനലിന് പുറത്തേക്ക് നോക്കി ചായ കുടിക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവവ്യത്യാസമുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തിയപ്പോഴാണ് രണ്ടാമത്തെ സംഭവം നടക്കുന്നത്. ഞാൻ എൻ്റെ നോട്ട്ബുക്കുകൾ എടുക്കാനായി മേശയുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ പേനകൾ വയ്ക്കുന്ന സ്റ്റാൻഡിന് നടുവിലായി ഒരു ചുവന്ന കട്ടിനൂലിലുള്ള ചരട് കിടക്കുന്നു. പൂജിച്ച കരിയും എണ്ണമയവും പറ്റിപ്പിടിച്ച പുതിയ ചോരയുടെ നേർത്ത മണമുള്ള ഒരു ചരട്. ഇതാരെ ഇവിടെ കൊണ്ടുവച്ചത്? ഞാൻ റൂം ലോക്ക് ചെയ്ത് പോയതല്ലേ? ഞാൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ജിതിനും വിഷ്ണുവിനും അതിനെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല. ജിതിനത് കണ്ട് അല്പം ഭയന്നു. പക്ഷേ വിഷ്ണു തികച്ചും വിചിത്രമായി പെരുമാറി. അവൻ പതുക്കെ മുന്നോട്ട് വന്ന് ആ ചരടെടുത്തു. ഇതൊക്കെ വെറും തമാശയില്ലടാ, ഇതിനെയൊക്കെ പേടിക്കാൻ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ആ ചരട് തൻ്റെ വലത് കൈയിൽ മുറുക്കെ കെട്ടി. ഞാൻ അവനെ തടയാൻ നോക്കിയെങ്കിലും അവൻ എന്നെ ദേഷ്യത്തോടെ നോക്കി. അവൻ്റെ ആ നോട്ടം എനിക്കൊട്ടും പരിചയമുള്ളതായിരുന്നില്ല. അവൻ്റെ കണ്ണുകളിലെ തിളക്കം തികച്ചും അസ്വാഭാവികമായിരുന്നു. ആ ചരട് കയ്യിൽ കെട്ടിയ നിമിഷം മുതൽ വിഷ്ണുവിൻ്റെ സ്വഭാവം പാടെ മാറി മറിഞ്ഞു. അവൻ ആരോടും സംസാരിക്കാതെയായി. സാധാരണ നല്ലതുപോലെ തമാശ പറയുന്ന അവൻ തികച്ചും നിശബ്ദനായി. അന്ന് രാത്രിയിൽ അവൻ ഭക്ഷണം പോലും കഴിച്ചില്ല. കട്ടിലിൽ ചുവരിലേക്ക് മുഖം തിരിച്ചു കിടന്ന് അവൻ എന്തൊക്കെയോ അസ്പഷ്ടമായി പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ രാത്രി പുറത്ത് വലിയൊരു കൊടുങ്കാറ്റും കനത്ത മഴയും ഉണ്ടായിരുന്നു. ജനലുകളിൽ മഴവെള്ളം വന്ന് പതിക്കുന്ന വലിയ ശബ്ദം. വരാന്തയിലൂടെ കാറ്റ് അതിശക്തമായി അടിച്ച് വീശുന്നുണ്ടായിരുന്നു. സമയം കൃത്യം 12 മണി കഴിഞ്ഞു. പെട്ടെന്ന് മുറിയിലെ ലൈറ്റുകൾ തനിയെ മിന്നി മിന്നി അണഞ്ഞു. കനത്ത ഇരുട്ട് മുറിയെ വിഴുങ്ങി. പെട്ടെന്നാണ് വിഷ്ണു കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റത്. അവൻ മുറിയുടെ നടുവിലേക്ക് നടന്നു വന്നു. അവൻ പതുക്കെ കൈകൾ വായുവിൽ വീശി വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങി. ഒപ്പം അവൻ്റെ നാവുകളിൽ നിന്ന് വളരെ വിചിത്രമായ ഒരു പഴയ തോറ്റമ്പാട്ട് ഒഴുകി വന്നു. സംസ്കൃതവും തമിഴും കലർന്ന ആ വരികൾ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു. അവൻ്റെ ശരീരം ഒരു പ്രത്യേക താളത്തിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിഷ്ണു, നിനക്ക് എന്ത് പറ്റിയടാ? കളിക്കാതെ കട്ടിലിൽ കിടക്കാൻ നോക്ക്. ജിതിൻ ഭയത്തോടെ അവൻ്റെ അരികിലേക്ക് ചെന്ന് അവൻ്റെ തോളിൽ പിടിച്ചു വലിച്ചു. പെട്ടെന്ന് വിഷ്ണു തിരികെ നോക്കി. ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ട ആ കാഴ്ച ഇന്നും എൻ്റെ ഉറക്കം കെടുത്താറുണ്ട്. അവൻ്റെ കണ്ണു മുഴുവൻ കറുത്ത നിറമായി മാറിയിരുന്നു. ഉള്ളിലെ വെള്ളഭാഗം പോലും കാണാൻ കഴിയാത്ത വിധം കറുപ്പ് പടർന്നിരുന്നു. അവൻ ജിതിനെ നോക്കി ഒരു ഭീകരമായ ചിരി ചിരിച്ചു. അടുത്ത നിമിഷം ഒരൊറ്റ തള്ളലിന് അവൻ ജിതിനെ മുറിയുടെ മറ്റേ കോണിലുള്ള ഇരുമ്പ് അലമാരയിലേക്ക് എറിഞ്ഞു. ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അമാനുഷികമായ ശക്തിയായിരുന്നു അത്. അടിയേറ്റ ജിതിൻ നിലവിളിച്ചുകൊണ്ട് നിലത്തേക്ക് വീണു. വിഷ്ണു പതുക്കെ എൻ്റെ നേർക്ക് നടക്കാൻ തുടങ്ങി. അവൻ ചുവടുവെക്കുമ്പോൾ അവൻ്റെ കാൽപാദങ്ങളിൽ നിന്ന് വലിയ ചിലമ്പൊലി മുഴങ്ങുന്നുണ്ടായിരുന്നു. അവൻ്റെ ശരീരത്തിന് ഒരു അസാധാരണ വലിപ്പമുള്ളതുപോലെ എനിക്ക് തോന്നി. എൻ്റെ കാഞ്ഞിരമരം വെട്ടിയ നാട്ടിലെ ചോരയാണ് ഇവൻ്റേത്. ഇവനെ എനിക്ക് വേണം. വിഷ്ണുവിൻ്റെ തൊണ്ടയിൽ നിന്ന് പുറത്തു വന്നത് അതിഭയങ്കരമായ ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. അലർച്ചയോടെയുള്ള ആ ശബ്ദം കേട്ടതും എൻ്റെ കാതുകൾ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അവൻ തൻ്റെ 2 കൈകളും ഉയർത്തി സ്വന്തം കഴുത്ത് ഞെരിച്ചു പിടിക്കാൻ തുടങ്ങി. അവൻ്റെ നീണ്ട നഖങ്ങൾ സ്വന്തം കഴുത്തിൽ ആഴ്ന്നിറങ്ങി. ചോര ഒലിക്കാൻ തുടങ്ങി. അവൻ സ്വയം ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുകയായിരുന്നു. അവൻ്റെ വായിൽ നിന്നും പത വരുന്നുണ്ടായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എൻ്റെ കൺമുന്നിൽ കടന്ന് പിടയുകയാണ്. ഞാൻ ജനലിലേക്ക് നോക്കി.
പുറത്ത് കനത്ത ഇടിമിന്നലിൽ താഴെയുള്ള ആ പഴയ ഭദ്രകാളി ശില പൂർണ്ണമായും ചുവന്ന വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പെട്ടെന്ന് എൻ്റെ മേശപ്പുറത്തേക്ക് നോക്കി. എൻ്റെ അമ്മ എനിക്ക് തന്നൊരു ചെറിയ ദേവീമാഹാത്മ്യം പുസ്തകം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഒട്ടും സമയം കളയാതെ ആ പുസ്തകം കയ്യിലെടുത്തു. ഞാൻ ഉറക്കെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഓടിയെടുത്തു. അമ്മേ ഭഗവതി, കാത്തുരക്ഷിക്കണേ എന്ന് ഉറക്കെ അലറിക്കൊണ്ട് ഞാൻ ആ ചെറിയ പുസ്തകം വിഷ്ണുവിൻ്റെ നെറ്റിയിലേക്ക് അമർത്തിപ്പിടിച്ചു. ആ നിമിഷം വിഷ്ണുവിൻ്റെ ശരീരം വില്ല് പോലെ വായുവിൽ വളഞ്ഞു. അവനിൽ നിന്നും ഭയങ്കരമായ ഒരു നിലവിളി ഉയർന്നു. വലിയൊരു ഇടിമിന്നൽ ജനലിന് പുറത്ത് പതിച്ചതും വിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്ന് കറുത്ത പുക പോലെ എന്തോ ഒന്ന് വേർപെട്ട് തുറന്നു കടന്ന ജനലിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു. വിഷ്ണു പെട്ടെന്ന് നിലത്തേക്ക് ബോധരഹിതനായി വീണു. അവൻ നിലത്ത് വീണ നിമിഷം അവൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന ആ ചുവന്ന ചരട് പൂർണ്ണമായും കരിഞ്ഞ ചാരമായി തറയിൽ കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. ആ മുറിയിലാകെ കരിഞ്ഞ കർപ്പൂരത്തിൻ്റെ മണം നിറഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ മൂവരും ആ ഹോസ്റ്റൽ മുറി ഒഴിഞ്ഞു. ഞങ്ങൾ പിന്നീട് ഒരിക്കലും ആ മുറിയിലേക്ക് പോയിട്ടില്ല. വിഷ്ണുവിന് ഏകദേശം ഒരാഴ്ചയോളം കടുത്ത പനിയായിരുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത അവന് ആ രാത്രിയിൽ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ കഴുത്തിലെ ആ കറുത്ത നഖപ്പാടുകൾ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. ആ പാടുകൾ മായാൻ മാസങ്ങളെടുത്തു. പിന്നീട് പലർക്കും ഇതേ അനുഭവം ഉണ്ടായെന്ന് കേട്ടു. ഒടുവിൽ കോളേജ് അധികൃതർ ആ പഴയ ഭദ്രകാളീസിലേക്ക് ചുറ്റും ചെറിയൊരു മതിൽ കെട്ടുകയും അവിടെ ദിവസവും പൂജകൾ ചെയ്യാനും തുടങ്ങി. അതിനുശേഷമാണ് അവിടെ ഇത്തരം സംഭവങ്ങൾ കുറഞ്ഞത്. എങ്കിലും ആ ഇരുണ്ട രാത്രി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേടി സ്വപ്നമായി ഇന്നും എൻ്റെ മനസ്സിൽ കിടക്കുന്നു. ഇതൊരു സങ്കല്പകഥയല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങളാണ്. ആ സംഭവം നടന്നിട്ടിപ്പോൾ മാസങ്ങളായി. പക്ഷേ ഇന്നും ഇരുട്ട് വീഴുമ്പോൾ അല്ലെങ്കിൽ കടലിൻ്റെ അലർച്ച കേൾക്കുമ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത വിറയൽ കടന്നു പോകാറുണ്ട്. അന്ന് വരെ സയൻസിലും യുക്തിയിലും മാത്രം വിശ്വസിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരൻ രാഹുലിൻ്റെ ജീവിതം എങ്ങനെയാണൊരു വൈകുന്നേരം കൊണ്ട് തലകീഴായി മറിഞ്ഞതെന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് നെഞ്ചെടുപ്പ് കൂടും. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള തൃക്കുന്നപ്പുഴ കടപ്പുറം ശാന്തമാണെന്ന് തോന്നുമെങ്കിലും അവിടെ എപ്പോഴും അറിയപ്പെടാത്ത ഏതോ ഒരു ദുരൂഹതയുണ്ട്. അന്നൊരു ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു. ജോലി തിരക്കുകളിൽ നിന്ന് മാറി കുറച്ചു സമയം ചെലവഴിക്കാനാണ് ഞാനും രാഹുലും കൂടി തൃക്കുന്നപ്പുഴയിലേക്ക് പോയത്. രാഹുൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ദൈവത്തിലോ പ്രേതത്തിലോ മന്ത്രവാദത്തിലോ ഒന്നും അവന് തീരെ വിശ്വാസമില്ലായിരുന്നു. കണ്ണുകൊണ്ട് കാണാത്തതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്നതായിരുന്നു അവൻ്റെ ശൈലി. വൈകുന്നേരം ഏകദേശം 6:30 ഇരുട്ട് വീണ് തുടങ്ങി. ആൾക്കൂട്ടമെല്ലാം ഒഴിഞ്ഞു പോയിരുന്നു. ഞങ്ങൾ തിരികെ പോകാനായി എഴുന്നേറ്റപ്പോഴാണ് വഞ്ചി അടുപ്പിച്ചിട്ടിരുന്ന ഭാഗത്ത് അടിച്ചു കയറുന്ന തിരമാലകൾക്കിടയിൽ എന്തോ തിളങ്ങുന്നത് രാഹുൽ കണ്ടത്. അങ്ങോട്ട് നോക്കി, അവിടെ എന്തോ ഇരിക്കുന്നു. അവൻ അങ്ങോട്ട് നടന്നു. ഒരു വലിയ തിരമാല വന്ന് പിന്മാറിയപ്പോൾ നനഞ്ഞ മണ്ണിൽ കട്ടികൂടിയ ചുവന്ന പട്ടുതുണിയിൽ പൊതിഞ്ഞ ഒരു പൊതി ഞങ്ങൾ കണ്ടു. കറുപ്പും ചുവപ്പും നൂലുകൾ കൊണ്ട് മുറുക്കെ കെട്ടിയ നിലയിലായിരുന്നു അത്. അതിന്മേൽ കുങ്കുമവും മഞ്ഞളും പുരണ്ട പാടുകൾ വ്യക്തമായിരുന്നു. രാഹുലെ, അത് തുറണ്ട. അത് പൂജിച്ച് കടലിൽ കളഞ്ഞ എന്തോ അക്ഷരക്കെട്ടോ മന്ത്രവാദ വസ്തുവോ ആണ്. നടക്ക്, നമുക്ക് പോകാം. ഞാൻ അവനെ തടഞ്ഞു. പക്ഷേ അവൻ ചിരിച്ചു തള്ളി. ഇതൊക്കെ ആരെങ്കിലും വെറുതെ കളയുന്നതാണ്, ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്നും പറഞ്ഞ് അവൻ ആ പൊതി കയ്യിലെടുത്തു. കെട്ടഴിച്ചപ്പോൾ തന്നെ രൂക്ഷമായ ഒരു ദുർഗന്ധം വമിച്ചു. സാമ്പ്രാണിയുടെയും ചീഞ്ഞ മാംസത്തിൻ്റെയും മണം കലർന്ന ഒരു വല്ലാത്ത ഗന്ധം. പട്ടിനുള്ളിൽ വെളുത്ത തുണിയിൽ തീർത്ത കൈപ്പത്തിയുടെ അത്രയും മാത്രം വലിപ്പമുള്ള ഒരു തുണിപ്പാവയുണ്ടായിരുന്നു. ആ പാവയുടെ കണ്ണുകളുടെ സ്ഥാനത്ത് കറുത്ത മുത്തുകളായിരുന്നു. നെഞ്ചിലും തലയിലും നിരവധി ചെറു ഇരുമ്പ് ആണികളും സൂചികളും തറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഏതോ മണ്ടന്മാർ ചെയ്ത കോപ്രായം. രാഹുൽ പരിഹാസത്തോടെ അത് തൻ്റെ ബാഗിലേക്ക് തള്ളി. ഞാൻ എത്ര യാചിച്ചിട്ടും അവനത് അവിടെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അന്ന് രാത്രി രാഹുലിൻ്റെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ആരെയും നടക്കുന്നതായിരുന്നു. അർദ്ധരാത്രി 1:30 സമയം വീട് മുഴുവൻ കനത്ത നിശബ്ദതയിലായിരുന്നു. പെട്ടെന്നാണ് താഴ്ത്ത നിലയിലെ ഹാൾ ഭാഗത്ത് നിന്ന് എന്തോ വീണുടയുന്ന ശബ്ദവും അതിന് പിന്നാലെ വിചിത്രമായ ഒരു അസ്വസ്ഥതയുണർത്തുന്ന ശബ്ദവും കേട്ടത്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന രാഹുലിൻ്റെ അമ്മ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി ലൈറ്റിട്ട് താഴേക്ക് ചെന്നു.
ഹാളിലെ മേശപ്പുറത്തുണ്ടായിരുന്ന ഫ്ലവർ വേസ് നിലത്ത് വീണ് ഉടഞ്ഞു കിടക്കുകയായിരുന്നു. അതിനടുത്ത് തികച്ചും ഇരുണ്ടയൊരു കോണിൽ രാഹുൽ തറയിലിരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അമ്മ ഭയത്തോടെ രാഹുലെ എന്ന് വിളിച്ച് അടുത്തേക്ക് ചെന്നു. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ പതുക്കെ തലയുയർത്തി നോക്കി. അവൻ്റെ കണ്ണുകൾ സാധാരണയേക്കാൾ വലിപ്പത്തിൽ തുറന്നിരിക്കുകയായിരുന്നു. കണ്ണിൻ്റെ വെളുത്ത ഭാഗത്ത് രക്തനാടികൾ വടം മുറുക്കിയതുപോലെ ചുവന്നു തടുത്തിരുന്നു. അവൻ അമ്മയെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ അവൻ്റെ പണ്ടത്തെ ശാന്തതയോ സ്നേഹമോ ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ക്രൂരത മാത്രമായിരുന്നു. നീ എന്തേ കാട്ടുന്നത്? കടന്നുറങ്ങിക്കുകയെന്ന് പറഞ്ഞ് അമ്മ അവൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ആ നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാത്ത വേഗതയിൽ രാഹുൽ അമ്മയുടെ കൈത്തണ്ടയിൽ കടിച്ചു വലിച്ചു. ഒരു വന്യമൃഗം ആക്രമിക്കുന്നത് പോലെയായിരുന്നു അത്. വേദന കൊണ്ട് അമ്മ ഉച്ചത്തിൽ നിലവിളിച്ചു പോയി. അമ്മയുടെ നിലവിളി കേട്ട് അച്ഛനും അയൽപ്പക്കത്തെ ചേട്ടനും ഓടിയെത്തി. അവരവനെ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചെങ്കിലും രാഹുൽ രണ്ടുപേരെയും അവിശ്വസനീയമായ ശക്തിയോടെ തള്ളി മാറ്റി. അവൻ്റെ ഉള്ളിൽ ഏതോ അന്യമായ ബലം പ്രവർത്തിക്കുന്നത് പോലെ തോന്നിച്ചു. ഏറെ ശ്രമപ്പെട്ട് നാട്ടുകാരുടെ സഹായത്തോടെയാണ് അവനെ ഒരുവിധം ശാന്തനാക്കി മുറിയിൽ പൂട്ടിയിട്ടത്. അടുത്ത ദിവസം രാവിലെ ഞാൻ അവിടെ എത്തുമ്പോൾ അവൻ തികച്ചും തളർന്ന് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അമ്മ കയ്യിലെ മുറിവും കെട്ടി കരഞ്ഞുകൊണ്ട് ഒരു കോണിലിരിക്കുന്നു. ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഹരിപ്പാടുള്ള പ്രശസ്തനായ ഒരു കർമ്മിയെ കാണാൻ ഞങ്ങൾ നിർബന്ധിതരായി. അമാവാസി രാത്രിയിൽ അദ്ദേഹം രാഹുലിൻ്റെ വീട്ടിലെത്തി. കർമ്മി തൻ്റെ കയ്യിലുണ്ടായിരുന്ന മന്ത്രജലവും ഭസ്മവും ഉപയോഗിച്ച് മണിക്കൂറുകളോളം പോരാടി. ഒടുവിൽ ആ പാവയെ പ്രത്യേക പച്ചമരുന്ന് നീരിൽ മുക്കി ആത്മാവിൻ്റെ മന്ത്രങ്ങൾ ചൊല്ലി ഒരു ചെമ്പുകുടത്തിലാക്കി മെഴുകുരുക്കി അടച്ചു. ഇതിനി ഒരിക്കലും ഭൂമിയിൽ തുറക്കരുത്, കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തണം, കർമ്മി പറഞ്ഞു. അന്ന് അർദ്ധരാത്രി തന്നെ ഞങ്ങൾ ആ കുടം ഒരു വഞ്ചിയിൽ കയറ്റി തൃക്കുന്നപ്പുഴ കടലിൽ വളരെ ദൂരേക്ക് കൊണ്ടുപോയി. പാറക്കല്ലുകൾ കെട്ടി ആഴക്കടലിലേക്ക് താഴ്ത്തി. ആ കുടം കടലിൽ താഴ്ന്ന അതേ നിമിഷം വീട്ടിൽ ബോധരഹിതനായി കിടന്നിരുന്ന രാഹുൽ ശാന്തനായി ഉറങ്ങി. അതിനുശേഷം ആ വിചിത്ര സംഭവങ്ങൾ നിലച്ചു. രാഹുൽ സാവധാനം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. പക്ഷേ പഴയ അവിശ്വാസിയായ രാഹുൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പ്രകൃതിയിലും കടലിലും മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില ഭയാനകമായ സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കടൽ തീരത്ത് കാണുന്നതെല്ലാം വെറും ചവറുകളല്ല. ചിലപ്പോൾ അത് ആരുടെയെങ്കിലും ജീവിതം തകർക്കാൻ കാത്തിരിക്കുന്ന ശാപങ്ങളാവാം. പഴയ തറവാട്ട് വീടിൻ്റെ തെക്കിനിയിലെ ജനാലകൾ കരിമ്പടമിട്ടതുപോലെ ഇരുണ്ടിരുന്നു. പുറത്ത് സൂര്യൻ തിളച്ചുമറിയുകയാണ്. കപ്പയും കാച്ചിലും ഉണങ്ങാനൊട്ട മുറ്റത്ത് വെയിലിൻ്റെ ചൂടേറ്റ് വായു ആവിയായി തിളച്ചു പൊന്തുന്നത് കാണാം. സമയം കൃത്യം 12:30. അമ്മു കട്ടിലിൽ കിടക്കുകയായിരുന്നു. ചൂട് കാരണം ഫാൻ പരമാവധി സ്പീഡിലാണ് കറങ്ങുന്നത്. എങ്കിലും മുറിക്കുള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. ഉച്ചയ്ക്കുള്ള ഈ 1.5 മണിക്കൂർ സമയം അവൾക്ക് എപ്പോഴും വലിയ ഭയമായിരുന്നു. വീടിൻ്റെ ചുറ്റുമുള്ള കാടും പറമ്പും ഇത്രയധികം നിശബ്ദമാകുന്ന മറ്റൊരു നേരമില്ല. കാക്കകൾ പോലും നിശബ്ദരാകുന്ന സമയം. അമ്മ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകി വെക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം. ഇടയ്ക്ക് വെങ്കലപാത്രം തറയിൽ വീഴുന്ന വല്ലാത്തൊരു കിലുക്കം കേട്ടു. അമ്മേ, അമ്മു മെല്ലെ വിളിച്ചു. മറുപടിയൊന്നും വന്നില്ല. എങ്കിലും പാത്രങ്ങൾ കഴുകുന്ന ശബ്ദം തുടർന്നുകൊണ്ടേയിരുന്നു. അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. വലിയ വീടായതുകൊണ്ട് തെക്കനിയിൽ നിന്നും അടുക്കളയിലേക്ക് നീളമുള്ളൊരു ഇടനാഴിയുണ്ട്. അവിടെ എത്തിയപ്പോൾ അവൾ പെട്ടെന്ന് നിന്നു. വല്ലാത്തൊരു തണുപ്പ്. പുറത്ത് 10-40 ഡിഗ്രി ചൂടുള്ളപ്പോഴാണ് വീടിൻ്റെ നടുഭാഗത്ത് ഇത്ര തണുപ്പ് അനുഭവപ്പെടുന്നത്. അവൾ അടുക്കളവാതിലിലൂടെ എത്തി നോക്കി. അമ്മ തിരിഞ്ഞു നിന്ന് പാത്രങ്ങൾ കഴുകുകയാണ്. വലിയൊരു വെങ്കല ഉരുളിയാണ് അമ്മയുടെ കയ്യിലുള്ളത്. അമ്മേ, ഞാൻ വിളിച്ചപ്പോൾ കേട്ടില്ലേ? അമ്മു ചോദിച്ചു. അമ്മ തിരിഞ്ഞില്ല. പക്ഷേ പാത്രം കഴുകുന്നത് നിർത്തി. വളരെ പതുക്കെ ഒരു യന്ത്രം തിരിയുന്നത് പോലെ അമ്മയുടെ ശരീരം തിരിയാൻ തുടങ്ങി. അമ്മയുടെ മുഖം കണ്ട അമ്മു പെട്ടെന്ന് 2 അടി പിറകോട്ട് മാറി. അമ്മയുടെ കണ്ണുകൾ വല്ലാതെ വീർത്തിരുന്നു. കരഞ്ഞു കലങ്ങിയതുപോലെയല്ല, ഉറക്കമില്ലാതെ ദിവസങ്ങളോളം ഇരുന്നതുപോലെ. ചുണ്ടുകൾ വരണ്ടുണങ്ങി തൊലി അടർന്നു മാറിയിരിക്കുന്നു. അമ്മ അവളെ തന്നെ നോക്കി. ശേഷം ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ചിരി തികച്ചും അസ്വാഭാവികമായിരുന്നു. നട്ടുച്ച നേരത്ത് തെക്കനിയിൽ കിടക്കരുതെന്ന് ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ശബ്ദം വളരെ പതുക്കെയായിരുന്നു. എന്നാൽ അതിൽ വല്ലാത്തൊരു ഗാംഭീര്യമുണ്ടായിരുന്നു. എന്താ അമ്മേ? ഭയത്തോടെയാണെങ്കിലും അവൾ ചോദിച്ചു. നീ അവിടെ കിടക്കുമ്പോൾ നിന്റെ കൂടെ കട്ടിലിൽ കിടക്കുന്നത് ആരാണെന്ന് നീ നോക്കാറുണ്ടോ?
അമ്മയുടെ ആ ചോദ്യം കേട്ടതും അമ്മുവിൻ്റെ നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി. അവൾ തിരിഞ്ഞ് താൻ കിടന്നിരുന്ന മുറിയിലേക്ക് നടന്നു. ജനലുകൾ അടച്ചിട്ട ആ ഇരുണ്ട മുറിയുടെ കട്ടിലിൽ ആരോ ഇപ്പോഴും പുതപ്പ് മൂടി കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ശ്വാസോച്ഛ്വാസം കാരണം പുതപ്പ് മുകളിലേക്കും താഴേക്കും ചലിക്കുന്നുണ്ടായിരുന്നു. അവൾ പേടിയോടെ വീണ്ടും അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ഇപ്പോൾ അമ്മയില്ല. പാത്രങ്ങൾ കഴുകുന്ന ആ വെങ്കല ഉരുളി തറയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇപ്പോൾ അമ്മു ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ. അമ്മ ടൗണിലെ ആശുപത്രിയിൽ പോയിട്ട് വരാൻ വൈകുന്നേരമാകുമെന്ന് അവൾ പെട്ടെന്നാണ് ഓർമ്മിച്ചത്. അങ്ങനെയെങ്കിൽ അടുക്കളയിൽ കണ്ടത് ആരായിരുന്നു? തെക്കിനിയിൽ കിടക്കുന്നത് ആരാണ്? കട്ടിലിലെ ആ രൂപം പതുക്കെ പുതപ്പ് മാറ്റി എഴുന്നേൽക്കാൻ തുടങ്ങി. സമയം കൃത്യം 12:45. അമ്മുവിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയി. അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. അടുക്കളയിലെ വെങ്കല ഉരുളി തറയിൽ കടന്ന് കറങ്ങി ഒടുവിൽ വല്ലാത്തൊരു ശബ്ദത്തോടെ നിശ്ചലമായി. അപ്പോഴേക്കും തെക്കിനിയിലെ കട്ടിലിൽ കടന്ന ആ രൂപം പുതപ്പ് പൂർണ്ണമായും മാറ്റിയിരുന്നു. അമ്മു പേടിയോടെ ശ്വാസമടക്കി പിടിച്ച് ഇടനാഴിയിലൂടെ ഒരടി പിന്നോട്ട് വെച്ചു. പുറത്തേക്ക് ഓടണം. വീടിൻ്റെ മുൻവാതിൽ തുറന്ന് മുറ്റത്തേക്ക് ചാടിയാൽ മതി, രക്ഷപ്പെടാം. അവൾ കണക്ക് കൂട്ടി. പക്ഷേ ഓടാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാലുകൾ നിലത്ത് ഒട്ടിപ്പോയതുപോലെ. അപ്പോഴേക്കും ആ രൂപം കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. തലമുടി അഴിഞ്ഞൊളിഞ്ഞ് മുഖത്തേക്ക് വീണ് കിടക്കുകയാണ്. പെട്ടെന്നത് തലയുയർത്തി. വിയർപ്പിൽ കുതിർന്ന മുടിക്കെട്ടുകൾക്കിടയിലൂടെ ആ മുഖം വ്യക്തമായി കണ്ടതും അമ്മുവിൻ്റെ അലർഷ തൊണ്ടയിൽ തന്നെ കുടുങ്ങിപ്പോയി. അത് അവൾ തന്നെയാണ്. ഒരേപോലെയുള്ള ചുരിദാർ, ഒരേ വളകൾ, ഒരേ മുഖഛായ. പക്ഷേ കട്ടിലിലിരിക്കുന്ന ആ രൂപത്തിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ക്രൂരതയുണ്ടായിരുന്നു. അത് പല്ലുകൾ പുറത്തു കാട്ടി ചിരിച്ചു. പേടിക്കണ്ട, ഞാൻ നീ തന്നെയല്ലേ? ആ രൂപം സ്വന്തം ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. അമ്മുവിന് തല കറങ്ങുന്നത് പോലെ തോന്നി. പെട്ടെന്ന് കട്ടിലിരുന്ന രൂപം വായുവിൽ അലിഞ്ഞു ചേരുന്നത് പോലെ അപ്രത്യക്ഷമായി. കട്ടിൽ ഒഴിഞ്ഞിരിക്കുന്നു. പുതപ്പ് മാത്രം ചുരുണ്ട് കിടപ്പുണ്ട്. അപ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത്. സ്ക്രീനിൽ തെളിഞ്ഞു വന്ന പേര് കണ്ട് അവൾക്കല്പം ആശ്വാസമായി. വിളിക്കുന്നത് അമ്മയാണ്. വിറയ്ക്കുന്ന കൈകളോടെ അമ്മു ഫോൺ എടുത്തു. കയ്യിലെ വിയർപ്പ് കാരണം സ്ക്രീനിൽ ശരിക്ക് ടച്ച് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയോ കോൾ അറ്റൻഡ് ചെയ്ത് അവൾ ചെവിയോട് ചേർത്തു. അമ്മേ. അമ്മുവിൻ്റെ ശബ്ദം കരച്ചിലായി പുറത്തു വന്നു. മറുപുറത്തു നിന്നും അമ്മയുടെ പരിഭ്രാന്തി നിറഞ്ഞ ശബ്ദം കേട്ടു. അമ്മു മോളെ, നീ എവിടെയാ? വീട്ടിൽ തന്നെയുണ്ടോ? അമ്മേ, ഞാൻ വീട്ടിലുണ്ട്. ഇവിടെ എന്തൊക്കെയോ. അവൾക്ക് ഒന്നും പറഞ്ഞു മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല. മോളെ, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അമ്മ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയതേയുള്ളൂ. അപ്പോഴാണ് അയൽപ്പക്കത്തെ വീട്ടിലെ ശാരദേച്ചി വിളിക്കുന്നത്. അവർ എന്നോടൊരു കാര്യം പറഞ്ഞു. നിന്റെ അതേ രൂപമുള്ള ഒരു പെൺകുട്ടി നമ്മുടെ പറമ്പിൻ്റെ അതിരിലുള്ള ആ പഴയ ആൽമരത്തിൻ്റെ ചുവട്ടിലൂടെ നടന്നു പോകുന്നത് ശാരദേച്ചി കണ്ടത്രേ. അവൾ നേരെ നമ്മുടെ തെക്കിനിയിലെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിപ്പോയെന്നാണ് ശാരദേച്ചി പറഞ്ഞത്. പക്ഷേ അമ്മയുടെ ശബ്ദം വല്ലാതെ വിറച്ചു. പക്ഷെ എന്താ അമ്മേ? അമ്മുവിൻ്റെ നെഞ്ച് പടപട ഇടിച്ചു. മോളിപ്പോൾ ഒരു കാര്യം ചെയ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങ്. ശാരദേച്ചിയുടെ വീട്ടിലേക്ക് ചെല്ല്. അമ്മ ദാ വരുന്നു. അത് അമ്മു അല്ലെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി മോളെ. ആ രൂപം മണ്ണിൽ തൊടാതെ ഒഴുകി നീങ്ങുകയായിരുന്നു. ഞാൻ പേടിയോടെ അമ്മു എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ ആ രൂപം പതുക്കെ തലചിരിച്ച് നോക്കി. മുഖം അമ്മുവിൻ്റേത് തന്നെയായിരുന്നു. പക്ഷേ ആ കണ്ണുകളിൽ ജീവൻ്റെ ഒരംശം പോലും ഇല്ലായിരുന്നു. കൺപീലികൾ പോലും അനക്കാതെ ഒരു മരപ്പാവ തിരിയുന്നത് പോലെയാണ് അത് എന്നെ നോക്കിയത്. എല്ലാറ്റിലുമുപരി സൂര്യൻ കൃത്യം തലയ്ക്ക് മുകളിലുള്ള ആ നട്ടുച്ച നേരത്ത് മനുഷ്യരുടെ നിഴൽ വളരെ ചെറുതായി കാലിനടിയിലാണ് ഉണ്ടാവുക. എന്നാൽ ആ രൂപത്തിൻ്റെ നീണ്ടുമെലിഞ്ഞ കറുത്ത നിഴൽ വീണിരുന്നത് വെയിലിൻ്റെ ദിശയ്ക്ക് തികച്ചും വിപരീതമായാണ്. അങ്ങനെ ഒരു നിഴൽ യാതൊരു കാരണവശാലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ അത് അമ്മയല്ല എന്ന് ശാരദേച്ചിക്ക് മനസ്സിലായി. അമ്മ ഫോൺ താഴേക്ക് താഴ്ത്തി. ശാരദേച്ചി കണ്ടത് സത്യമാണ്. കുറച്ചു മുൻപ് അടുക്കളയിൽ കണ്ടത് അമ്മയായിരുന്നില്ല. കട്ടിലിൽ കണ്ടത് സ്വന്തം ഭ്രമവുമല്ല. ആരോ എന്തോന്ന് ഈ വീടിനുള്ളിൽ കയറിയിട്ടുണ്ട് തൻ്റെ രൂപത്തിൽ. പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്നും ഒരു തണുത്ത ശ്വാസം കഴുത്തിൽ വന്ന് തട്ടി. ഒരു നേർത്ത കൈ അവളുടെ തോളിലേക്ക് വന്നു വീണു. ആ കൈയിലെ വളകൾ കിലുങ്ങുന്ന ശബ്ദം അമ്മു കേട്ടു. അത് സ്വന്തം കൈകൾ തന്നെയായിരുന്നു. അവളുടെ ചെവിക്കരികിൽ വന്ന് ആ രൂപം വളരെ പതുക്കെ മന്ത്രിച്ചു. ഞാൻ അകത്ത് കയറിയെന്ന് അമ്മയോട് പറഞ്ഞില്ലേ മോളെ? അമ്മു പതുക്കെ തിരികെ നോക്കി. അവളുടെ മുന്നിൽ നിൽക്കുന്ന ആ അപരരൂപത്തിൻ്റെ കാലിനടിയിലേക്ക് അവൾ നോക്കി. പുറത്ത് ഉച്ചവെയിൽ കത്തി നിൽക്കുമ്പോഴും
ആ മുറിക്കുള്ളിലെ വെളിച്ചത്തിൽ ആ രൂപത്തിൻ്റെ നിഴൽ ചുവരിലൂടെ മുകളിലേക്ക് പാമ്പിനെ പോലെ വളഞ്ഞു വളഞ്ഞ് കയറുന്നുണ്ടായിരുന്നു. പതിയെ ആ കറുത്ത നിഴൽ സീലിങ്ങിലെത്തി മേൽക്കൂരയാകെ വിഴുങ്ങാൻ തുടങ്ങി. മുറിക്കുള്ളിലെ വെളിച്ചം പതുക്കെ മങ്ങുകയായിരുന്നു. പുറത്ത് സൂര്യൻ തിളച്ചു മറിയുന്നുണ്ടായിരുന്നിട്ടും ആരാ ആരാ നീ? അമ്മ ഒടുവിൽ സർവശക്തിയുമെടുത്ത് ചോദിച്ചു. അവളുടെ ശബ്ദം സ്വന്തം ചെവികളിൽ പോലും വല്ലാത്തൊരു പ്രതിധ്വനി ഉണ്ടാക്കി. അവളുടെ മുന്നിൽ നിന്ന അപരരൂപം മറുപടിയൊന്നും പറഞ്ഞില്ല. അത് അവളുടെ മുഖത്തേക്ക് കുറച്ചുകൂടി അടുത്ത് വന്നു. കൺപീലികൾ ചലിക്കാത്ത ജീവനില്ലാത്ത ആ കണ്ണുകളിലേക്ക് നോക്കാൻ അമ്മുവിന് ഭയം തോന്നി. പെട്ടെന്ന് ആ രൂപം കൈകൾ നീട്ടി അമ്മുവിൻ്റെ കഴുത്തിന് നേരെ അടുത്തു. ഭയം നൽകിയ അമാനുഷികമായ കരുത്തോടെ അമ്മു ആ രൂപത്തെ ശക്തിയായി പിന്നോട്ട് തള്ളി. അത്ഭുതമെന്ന് പറയട്ടെ, അതൊരു മനുഷ്യ ശരീരത്തിൽ തൊട്ടതുപോലെ ആയിരുന്നില്ല. വായുവിൽ കെട്ടിക്കിടക്കുന്ന കട്ടിയുള്ള പുകയിൽ തൊട്ടതുപോലെ അവൾക്ക് തോന്നി. ആ രൂപം പിന്നോട്ട് മാറിയ ആ നിമിഷം അമ്മു തിരിഞ്ഞോടി. ലക്ഷ്യം മുൻവാതിലായിരുന്നു. ഇടനാഴിയിലൂടെ ഓടുമ്പോൾ ഇരുവശത്തുമുള്ള ചുവരുകൾക്ക് വല്ലാതെ നീളം കൂടുന്നത് പോലെ അവൾക്ക് തോന്നി. ഒടുവിൽ അവൾ പ്രധാന ഹാളിലെത്തി. മുൻവാതിൽ തുറന്ന് മുറ്റത്തേക്ക് ചാടിയാൽ മാത്രം മതി. പുറത്തെ വെളിച്ചം വാതിലിൻ്റെ വിടവിലൂടെ ഉള്ളിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. അമ്മു ഓടിച്ചെന്ന് വാതിലിൻ്റെ തഴുതിൽ പിടിച്ചു. തഴുത് താഴേക്കമർത്തി വാതിൽ വലിച്ചു തുറക്കാൻ നോക്കിയ അവൾ ഞെട്ടിപ്പോയി. വാതിൽ അനങ്ങുന്നില്ല. പുറത്തുനിന്നും പൂട്ടിയതുപോലെയല്ല, മറിച്ച് ആ മരവാതിൽ ചുവരുമായി ഒട്ടിപ്പിടിച്ച് ഒരൊറ്റ കട്ടയായി മാറിയതുപോലെ. അവൾ വീണ്ടും വീണ്ടും തഴുതിട്ട് നോക്കി. വാതിലിൽ ശക്തിയായി അടിച്ചു. അമ്മേ, ആരെങ്കിലും ഓടി വരണേ, വാതിൽ തുറക്കണേ, അവൾ നിലവിളിച്ചു. പക്ഷേ പുറത്ത് കാറ്റോ പക്ഷികളുടെ ശബ്ദമോ പോലുമില്ലാത്ത ആ നട്ടുച്ച നിശബ്ദതയുടേത് മാത്രമായിരുന്നു. അവളുടെ നിലവിളി വീടിൻ്റെ ചുവരുകളിൽ തട്ടി ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വന്നു. പെട്ടെന്ന് ഹാളിലെ വലിയ പെൻഡുലം ക്ലോക്ക് ശബ്ദിക്കാൻ തുടങ്ങി. അമ്മു ഞെട്ടി ക്ലോക്കിലേക്ക് നോക്കി. സമയം കൃത്യം 1 ഉച്ചപ്പേടിയുടെ അവസാന നിമിഷങ്ങൾ. ക്ലോക്കിൻ്റെ പെൻഡുലം വശങ്ങളിലേക്ക് ആടുമ്പോൾ അതിൻ്റെ നിഴൽ ചുവരിലല്ല, മറിച്ച് വായുവിൽ ഒരു കത്തി പോലെ വെട്ടിത്തിരിയുകയാണ്. അവൾ കണ്ടു. നീ എങ്ങോട്ടാണ് ഓടുന്നത്? ആ ശബ്ദം കേട്ടത് മുൻവാതിലിൻ്റെ നേരെ മുകളിൽ നിന്നായിരുന്നു. അമ്മു ഭയത്തോടെ തലയുയർത്തി നോക്കി. ഹാളിലെ സീലിംഗിൽ മലർന്നു കിടക്കുന്ന ഒരു പല്ലിയെപ്പോലെ ആ അപരരൂപം പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ നീളമുള്ള മുടി താഴേക്ക് തൂങ്ങിക്കിടന്ന് അമ്മുവിൻ്റെ മുഖത്ത് മുട്ടിയില്ല എന്ന പരുവത്തിലായി. അത് സീലിംഗിൽ നിന്നും താഴേക്ക് കൃത്യമായി അമ്മുവിൻ്റെ മുന്നിലേക്ക് വായുവിൽ ഒഴുകിയിറങ്ങി. ഈ വീടിപ്പോൾ പുറം ലോകവുമായിട്ടല്ല ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ രൂപം അമ്മുവിൻ്റെ അതേ ശബ്ദത്തിൽ പതുക്കെ പറഞ്ഞു. നട്ടുച്ചയ്ക്ക് നിഴലുകൾ മരിക്കുമ്പോൾ ഈ വീട് മറ്റൊരു ലോകത്തേക്ക് വാതിൽ തുറക്കും. നീ ഇനി പുറത്തേക്ക് പോകില്ല. ആ രൂപത്തിൻ്റെ കൈകൾ പതുക്കെ നീണ്ടു വന്നു. ഈ വട്ടം അമ്മുവിന് മാറാൻ കഴിഞ്ഞില്ല. ആ തണുത്ത വിരലുകൾ അവളുടെ നെറ്റിയിൽ തൊട്ട നിമിഷം അമ്മുവിൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ കാഴ്ചകൾ മാറി മറിഞ്ഞു. അവൾക്ക് ചുറ്റുമുള്ള വീട് പതുക്കെ അപ്രത്യക്ഷമായി. പകരം അവൾ നിൽക്കുന്നത് പറമ്പിൻ്റെ അതിരിലുള്ള ആ വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ്. പുറത്ത് കനത്ത വെയിൽ. സമയം കൃത്യം 12:30. അവൾ ആശ്വാസത്തോടെ ചുറ്റും നോക്കി. താൻ പറമ്പിലെത്തിയോ? അവൾ ദൂരെ റോഡിലേക്ക് നോക്കി. അവിടെ ശാരദേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. ശാരദേച്ചി, അമ്മു ഉറക്കെ വിളിച്ചു. പക്ഷേ ശാരദേച്ചി പേടിയോടെ തിരിഞ്ഞു നോക്കുകയാണ് ചെയ്തത്. ശാരദേച്ചിയുടെ കണ്ണുകളിൽ ഭയമായിരുന്നു. അപ്പോഴാണ് അമ്മു സ്വന്തം കൈകളിലേക്ക് നോക്കിയത്. അവളുടെ കൈകൾ പതുക്കെ വിളറി വെളുക്കാൻ തുടങ്ങിയിരുന്നു. അവൾ താഴേക്ക് നോക്കി. ആ കനത്ത വെയിലിലും അവളുടെ കാലിനടിയിൽ ഒരു തിരിപ്പോലും നിഴലില്ലായിരുന്നു. പകരം അവളുടെ നീണ്ട കറുത്ത നിഴൽ അവൾക്ക് മുന്നിലായി ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്നും നേരെ തറവാട്ട് വീടിൻ്റെ തെക്കിനി ലക്ഷ്യമാക്കി നടന്നു. താൻ തന്നെ തെക്കിനിയിലേക്ക് നടന്നു പോകുന്നത് അമ്മു നോക്കി നിന്നു. അങ്ങനെയെങ്കിൽ താൻ ആരാണ്? ആൽമരച്ചുവട്ടിൽ നിൽക്കുന്ന താനാണോ പ്രേതം? അതോ വീടിനുള്ളിലേക്ക് കയറിപ്പോയ താനാണോ? പെട്ടെന്ന് അവളുടെ പോക്കറ്റിൽ കിടന്ന ഫോൺ വീണ്ടും ബെല്ലടിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് അമ്മ. അമ്മു വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ എടുത്തു. മറുപുറത്ത് നിന്നും കേട്ടത് അമ്മയുടെ ശബ്ദമായിരുന്നില്ല, മറിച്ച് അവളുടെ സ്വന്തം ശബ്ദമായിരുന്നു. മോളെ, നീ പുറത്തു തന്നെ നിൽക്കുകയാണല്ലേ? ഞാൻ ദാ അകത്തിരിക്കുന്നു. ഫോണിലൂടെ കേട്ട സ്വന്തം ശബ്ദം അവളുടെ കാതുകളിൽ തുളച്ചു കയറി. സംശയത്തോടെ ഫോൺ സ്ക്രീനിലേക്ക് വീണ്ടും നോക്കിയപ്പോൾ അതിൽ അമ്മ എന്ന പേര് പതുക്കെ മാഞ്ഞു പോകുന്നതും പകരം ഞാനെന്ന് തെളിയുന്നതും അവൾ കണ്ടു. ഭയത്തിൻ്റെ പരകോടിയിൽ അവൾ ഫോൺ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞു. അമ്മു തറവാട്ട് വീടിൻ്റെ തെക്കിനെ ലക്ഷ്യമാക്കി ഓടാൻ ശ്രമിച്ചു. തൻ്റെ ശരീരം അവിടെയുണ്ട്, അത് തിരിച്ചു പിടിക്കണം.
പറമ്പിലെ ചെളിയിലൂടെ ഓടുമ്പോൾ അവളുടെ കാൽപ്പാടുകൾ മണ്ണിൽ പതിയുന്നതേയില്ലായിരുന്നു. കാറ്റിനേക്കാൾ വേഗത്തിൽ അവൾ തെക്കിനി വാതിലിനടുത്തെത്തി. വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച അവളെ സ്തംഭിപ്പിച്ചു കളഞ്ഞു. മുറിയിൽ കട്ടിലിൽ അമ്മു സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. പുറത്തെ വെയിലിന് ചൂടേൽക്കാതിരിക്കാൻ ജനാലകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഫാൻ പരമാവധി സ്പീഡിൽ കറങ്ങുന്നു. അമ്മു ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ ശരീരത്തിനടുത്തേക്ക് നടന്നു. എഴുന്നേൽക്ക്! അവൾ സ്വന്തം ശരീരത്തെ കുലുക്കി വിളിക്കാൻ നോക്കി. പക്ഷേ അവളുടെ കൈകൾ ആ ശരീരത്തിൽ തൊടാതെ വായുവിലെന്ന പോലെ കടന്നുപോയി. അവൾക്ക് സ്വന്തം ശരീരത്തിൽ സ്പർശിക്കാൻ പോലുമുള്ള ശേഷി നഷ്ടപ്പെട്ടിരുന്നു. പെട്ടെന്നാണ് ആ മുറിയുടെ ചുവരിലെ നിഴലിൽ ഒരു ചലനമുണ്ടായത്. കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന ശരീരത്തിൻ്റെ നിഴൽ പതുക്കെ ചുവരിലൂടെ എഴുന്നേറ്റ് നിന്നു. ആ നിഴലിന് ജീവനുണ്ടായിരുന്നു. അത് പതുക്കെ നടന്ന് ആൽമരച്ചുവട്ടിൽ നിന്നും ഓടി വന്ന അമ്മുവിൻ്റെ നേരെ തിരിഞ്ഞു. നിഴലിൻ്റെ മുഖത്ത് വക്രമായ ഒരു ചിരി തെളിഞ്ഞു. നീ വൈകിപ്പോയി അമ്മു, ആ നിഴൽ മന്ത്രിച്ചു. നട്ടുച്ച നേരം വന്നത് പ്രകാശത്തിൻ്റെ സമയമല്ല. നിഴലുകൾക്ക് ഏറ്റവും ശക്തി കൂടുന്ന, മനുഷ്യൻ്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്താൻ കഴിയുന്ന നിഗൂഢമായ നിമിഷമാണ്. നീ ഉച്ചയ്ക്ക് തെക്കിനിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ നിന്റെ നിഴലായ ഞാൻ നിന്നെ പുറത്താക്കി. നിന്റെ ശരീരം ഞാൻ എടുത്തു. ഇല്ല, ഇതെൻ്റെ ശരീരമാണ്, എനിക്ക് തിരിച്ചു വേണം. അമ്മു നിലവിളിച്ചു. ഇനി ഇത് സാധ്യമല്ല, ആ നിഴൽ രൂപം പറഞ്ഞു. സൂര്യൻ തലയ്ക്ക് മുകളിൽ നിന്നും മാറാൻ പോകുന്നു. സമയം 1 കഴിഞ്ഞു. ഇനി നിഴലുകൾ നീളാൻ തുടങ്ങും. ആ നീളുന്ന നിഴലുകൾക്കൊപ്പം നീയും ഈ വീടിൻ്റെ ചുവരുകളിലേക്ക് അലിഞ്ഞുചേരും. പെട്ടെന്ന് പുറത്തു നിന്നും ഒരു കാറിൻ്റെ ഹോൺ ശബ്ദം കേട്ടു. അമ്മയുടെ വണ്ടിയാണ്. അമ്മ ടൗണിൽ നിന്നും തിരിച്ചെത്തിയിരിക്കുന്നു. മുൻവാതിൽ തുറന്ന് അമ്മ അകത്തേക്ക് വരുന്ന ശബ്ദം കേൾക്കാം. അമ്മു, മോളെ! അമ്മ വിളിച്ചുകൊണ്ട് തെക്കിനിയിലേക്ക് നടന്നു വരികയാണ്. ആൽമര ചുവട്ടിൽ നിന്നും വന്ന അമ്മുവിൻ്റെ ആത്മാവ് സർവ്വശക്തിയുമെടുത്ത് അമ്മയുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചു. അമ്മേ, ഞാൻ ഇവിടെയുണ്ട്, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ മുറിയിലേക്ക് കയറി വന്ന അമ്മ അവളെയല്ല നോക്കിയത്. കട്ടിലിൽ കടന്ന് പതുക്കെ കണ്ണു തിരുമ്മി എഴുന്നേൽക്കുന്ന ആ അപരരൂപത്തെയാണ്. എന്താ മോളെ, നീ ഫോൺ വിളിച്ചപ്പോൾ വളരെ പേടിച്ചിരുന്നല്ലോ, എന്താ ഉണ്ടായത്? അമ്മ ചോദിച്ചു. കട്ടിലിൽ നിന്നും എഴുന്നേറ്റ ആ അപരരൂപം അമ്മയെ നോക്കി വളരെ നിഷ്കളങ്കമായി ചിരിച്ചു. ഒന്നുമില്ലമ്മേ, ഞാൻ ഉച്ചയ്ക്ക് വെറുതെ കിടന്നുറങ്ങിപ്പോയി. ഒരു പേടി സ്വപ്നം കണ്ടു, അവൾ പറഞ്ഞു. പക്ഷേ ശാരദേച്ചി പറഞ്ഞത്? ശാരദേച്ചി കണ്ടതൊക്കെ വെറും തോന്നലാകും അമ്മേ, അമ്മയെ പറഞ്ഞ് മുഴുവനാക്കാൻ വിടാതെ അവൾ പറഞ്ഞു. അമ്മ ആശ്വാസത്തോടെ അവളുടെ തലയിൽ തലോടി. ആ രൂപം അമ്മയോടൊപ്പം നടന്ന് അടുക്കളയിലേക്ക് പോയി. യഥാർത്ഥ അമ്മു ആ അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്കായി. പുറത്ത് സൂര്യൻ പതിയെ പടിഞ്ഞാറോട്ട് നീങ്ങാൻ തുടങ്ങി. ചുവരിലെ വെളിച്ചം കുറഞ്ഞു വന്നു. വെളിച്ചം കുറയും തോറും അമ്മുവിൻ്റെ രൂപം പതുക്കെ കറുത്ത ഒരു നിഴലായി മാറി. ആ മുറിയുടെ ചുവരിലേക്ക് അത് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി. ഇനി സംസാരിക്കാൻ കഴിയില്ല, ആരെയും തൊടാൻ കഴിയില്ല. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അമ്മു, മോളെ എഴുന്നേറ്റേ! എന്താ ഇത്, നട്ടുച്ച നേരത്ത് ഇങ്ങനെ കടന്ന് വിയർക്കുന്നത്? പെട്ടെന്ന് തോളിൽ വന്ന ഒരു തണുത്ത കൈ സ്പർശിച്ചതും അമ്മു ഞെട്ടിപ്പടഞ്ഞ് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് ചുറ്റും നോക്കി. തെക്കനിയിലെ ജനാലകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഫാൻ കറങ്ങുന്നുണ്ട്. മുന്നിൽ നിൽക്കുന്നത് അമ്മയാണ്. ടൗണിൽ പോയിട്ട് അമ്മ ഇപ്പോൾ എത്തിയതേയുള്ളൂ. കയ്യിൽ ഹോസ്പിറ്റലിലെ കവറുണ്ട്. അമ്മേ! അമ്മു അമ്മയെ കെട്ടിപ്പിടിച്ച്. അവളുടെ ശരീരം വിയർപ്പിൽ കുതിർന്നിരുന്നു. നെഞ്ചെടുപ്പ് നിന്നിരുന്നില്ല. എന്താ മോളെ ഇത്, നല്ല പനിയുണ്ടോ നിനക്ക്? ദേ, ശരീരമൊക്കെ വല്ലാതെ ചൂടായിരിക്കുന്നു. അമ്മ അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. ഈ കടും ചൂടത്ത് ജനലൊക്കെ അടച്ചിട്ട് എങ്ങനെ ഉറങ്ങിയാൽ വട്ട് കയറില്ലേ? ദാ, കുടിക്കാൻ കുറച്ച് വെള്ളം. അമ്മു വിറയ്ക്കുന്ന കൈകളോടെ വെള്ളം വാങ്ങി കുടിച്ചു. അവൾ പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. തറയിൽ വെങ്കല ഉരുളിയൊന്നും കിടന്ന് കറങ്ങുന്നില്ല. എല്ലാം സാധാരണ പോലെ വൃത്തിയായി വെച്ചിരിക്കുന്നു. അവൾ ഫോൺ എടുത്ത് നോക്കി. അമ്മയുടെ മിസ്ഡ് കോളുകളോ വിചിത്രമായ മെസ്സേജുകളോ ഒന്നുമില്ല. സമയം ഇപ്പോൾ 1:30 കഴിഞ്ഞിരിക്കുന്നു. അവൾ പതുക്കെ മുൻവാതിൽ തുറന്ന് മുറ്റത്തേക്ക് നോക്കി. ദൂരെ വഴിയിലൂടെ ശാരദേച്ചി ഒരു കുടയും ചൂടി സാധാരണ പോലെ നടന്നു പോകുന്നുണ്ട്. അവർ അവളെ നോക്കി ചിരിച്ചു. എന്തോ അത് കണ്ടപ്പോൾ അമ്മുവിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. പുറത്ത് വെയിലിൻ്റെ കട്ടി പതുക്കെ കുറഞ്ഞു തുടങ്ങിയിരുന്നു. ഞാൻ കണ്ടതൊക്കെ വെറും സ്വപ്നമായിരുന്നു, അവൾ സ്വയം മന്ത്രിച്ചു.